സംസ്ഥാനത്ത് ജിയോ ട്യൂബ് ഓഫ് ഷോർ വാട്ടർ ബ്രേക്ക് പദ്ധതിക്ക് തുടക്കം. തിരുവനന്തപുരം പൂന്തുറയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. 5 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നും സംസ്ഥാനത്തെ തീരശോഷണം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കടൽക്ഷോഭം നേരിടുന്ന മേഖലയാണ് പൂന്തുറ വലിയതുറ പ്രദേശം. അവിടെയാണ് ജിയോ ട്യൂബുകൾ ഉപയോഗിച്ചുള്ള കടൽഭിത്തി പരീക്ഷണാർത്ഥത്തിൽ നിർമ്മിച്ചത്. 100 മീറ്റർ തീരമായിരുന്നു ആദ്യഘട്ട പരീക്ഷണം വിജയമായതോടെ പൂന്തുറ മുതൽ ചെറിയമുട്ടം വരെയുള്ള 700 മീറ്റർ തീരത്ത് രണ്ടാംഘട്ട പദ്ധതിക്ക് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ആരംഭം കുറിച്ചു. 5 മാസങ്ങൾ കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നും സംസ്ഥാനം മുഴുവൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇത് വിജയകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യ പരീക്ഷണം വിജയകരമാണ്. ബാക്കിയുള്ള ഭാഗം കൂടി ജിയോ ട്യൂബ് വിട്ട് കഴിഞ്ഞാൽ ഇത് വിജയിക്കും. ഇത് വിജയിച്ചാൽ കേരളത്തിൻ്റെ തീരമേഖലയിൽ ഇന്ന് കടലാക്രമണത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളിക്ക് എന്നേക്കുമായ ഒരു മോചനം, ആ മോചനം ലഭിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഇത് മാറും. തീരം നിലനിർത്താൻ കരിങ്കല്ലിനു പകരമായാണ് ജിയോ ട്യൂബ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം. വിദേശ രാജ്യങ്ങളടക്കം സ്വീകരിച്ച വിജയം കണ്ട മാതൃക. 19.57 കോടി രൂപയാണ് പദ്ധതി ചെലവ്. തിരുവനന്തപുരത്ത് ഘട്ടം ഘട്ടമായി ശംഖുമുഖം വരെ ഇത്തരത്തിൽ കടൽഭിത്തി നിർമ്മിക്കാനാണ് ലക്ഷ്യം. ഇത്തരം കടൽഭിത്തികൾ തീരത്തോടെടുക്കുന്ന വൻ തിരമാലകളുടെ ശക്തി കുറയ്ക്കുകയും തീരശോഷണ സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കടൽക്ഷോഭങ്ങളുടെ ദുരിതം പേറിയ ചില തീരദേശവാസികളെങ്കിലും പദ്ധതി വിജയിക്കുമോ എന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.